വണക്കം, വന്ദനം, നമസ്കാരം, ഗുഡ് മോർണിംഗ് ടു യു ഓൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസറല്ല, അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 13-ാം തീയതി നവംബർ മാസം 2025 രാവിലെ 8:02 ആയിട്ടുണ്ട്. നമ്മൾ ഈ പോയിൻ്റ് ഓഫ് കൺട്രോൾ വെച്ച് പറയുന്നതിൽ നിറച്ച ആൾക്കാർ നോക്കുന്നുണ്ട്, പക്ഷേ വളരെ കുറച്ച് വ്യൂ ഉള്ളൂ. ഡെയിലി ഒരു 1000+, 1K+ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പോയിൻ്റ് ഓഫ് കൺട്രോളിനെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റും. അതുപോലെ എപ്പോഴാണോ 1000 സബ്സ്ക്രൈബേഴ്സ് വരുന്നത്, ഇപ്പം 705 1000 സബ്സ്ക്രൈബ്സ് എപ്പോഴാണോ വരുന്നത്, അപ്പോൾ നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് തുടങ്ങും. പോയിൻ്റ് ഓഫ് കൺട്രോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ കണ്ടിന്യൂവേഷൻ ചാർട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്കാണ്. അപ്പം ഇന്നലെ ഒരു കോൾ വന്നു എനിക്ക്. അപ്പം അദ്ദേഹം ചോദിക്കുകയാണ്, സാർ ഈ 2 ലൈന് താഴെയും മുകളിലും മാക്സിമം സാറിൻ്റെ ചാർട്ടിൽ കണ്ടിട്ടുള്ളത് ഒരു 4-5 ലൈനേ ഉള്ളൂ. ഇത് എങ്ങനെയാണ് ഇത്രയ്ക്കും ഈ ലൈന് വരച്ച് ആ നിഫ്റ്റി ഫ്യൂച്ചർ അവിടെ എക്സാക്ട്ലി അവിടെ വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ എന്താണ് ഒന്ന് പറഞ്ഞു തരാമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഞാൻ പറഞ്ഞ അത് കുറേ കാൽക്കുലേഷനും മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ കുറേ ന്യൂവാൻസസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വരയ്ക്കുന്നതാണ്. ഒരു ഇൻഡിക്കേറ്ററും യൂസ് ചെയ്യുന്നില്ല. ബൊളിഞ്ചർ ബാൻഡോ ട്രെൻഡ് മറ്റേ എന്താ പറയുക, നമ്മൾ വിവാപ്പ് പോലും ഇതിനകത്ത് യൂസ് ചെയ്യാറില്ല. അതേപോലെ താഴെ വോളിയൂമിൻ്റെ ഡീറ്റെയിൽസും നമ്മൾ ഇടാറില്ല. അപ്പോൾ ഇതൊക്കെ നോക്കിയ കാലങ്ങളുണ്ടായിരുന്നു. നമ്മളിപ്പോൾ അതൊന്നും നോക്കുന്നില്ല. സൂപ്പർ ട്രെൻഡോ ഒന്നും നമ്മളിവിടെ നോക്കുന്നില്ല. അപ്പം പുള്ളി പറഞ്ഞു, സാർ ഞാൻ പറഞ്ഞത് കുറേ വർഷത്തെ എൻ്റെ അന്വേഷണത്തിൻ്റെയും അനാലിസിസിൻ്റെയും പിന്നെ ഡെയിലി ചാർട്ട് റീഡ് ചെയ്യുന്നതിലും ഡെയിലി മാർക്കറ്റ് ലൈവിൽ ട്രേഡ് എടുക്കാതെ നമ്മൾ സ്ഥിരമായിട്ട് വാച്ച് ചെയ്ത് നോട്ട് ചെയ്ത് വെച്ച് അങ്ങനെ നമ്മൾ ഫൈനലായിട്ട് എത്തിയതാണ് ഈ പോയിൻ്റ് ഓഫ് കൺട്രോൾ. ഇത് ഇന്നലത്തെ ചാർട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ 25920 25945 എത്ര അക്യൂറേറ്റ് ആയിട്ട് വർക്ക് ചെയ്തു എന്നുള്ളത് നോക്കുക. ആ സ്ഥലത്ത് എത്ര നേരം സ്പെൻഡ് ചെയ്തു എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഇത് നമ്മൾ പോയിൻ്റ് ഓഫ് കൺട്രോളിൻ്റെ ഒരു കാര്യത്തിൽ ഇതേപോലെയൊക്കെ ഞാൻ ഇതെങ്ങനെ പഠിച്ചു എന്നുള്ളതിന് ഒരു എന്നുവെച്ചാൽ ഞാൻ നോർമലായിട്ട് എന്നുവെച്ചാൽ ഇതേപോലെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ അന്വേഷണമായിട്ട് പോകും. ഇപ്പോൾ എവിടെ അന്വേഷിക്കണമെന്ന് നിങ്ങൾക്കറിയാം, അത് അവിടെ അന്വേഷിച്ച് കണ്ടുപിടിക്കുക. ഐഡൻറ്റിഫൈയിങ് കീ ലെവൽസ് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ട്രേഡേഴ്സ് ലുക്ക് ഫോർ പൊട്ടൻഷ്യൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻറ്റ് ലെവൽ അറ്റ് ദ POC പോയിൻ്റ് ഓഫ് കൺട്രോൾ. ഇതാണ് മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ബേസാണ്. ഇത് വളരെ ബേസാണ് മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ. അപ്പം ഇതിൻ്റെ അർത്ഥം എന്താണ്? ഐഡൻറ്റിഫൈയിങ് പൊട്ടൻഷ്യൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻറ്റ്. അപ്പം കാൾ സെല്ലറിന് ഒരു ലെവൽ, നമ്മൾ പറയുന്ന ഒരു ലെവൽ, പാക്ക് ലെവൽ റെസിസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ കാൾ ബയറിന് എന്തായിട്ട് മാറും, നിങ്ങളത് നോക്കുക. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വായിക്കാം. അതിൽ ഇതിനകത്ത് 4 ആൾക്കാരാണ് ഉള്ളത്. കാൾ സെല്ലർ, കാൾ ബയർ, പുട്ട് സെല്ലർ, പുട്ട് ബയർ. ഇങ്ങനെ 4 ആൾക്കാരാണ് ഇതിനകത്തുള്ളത്. സോ ഇത് എങ്ങനെയാണ്, ഇതിൻ്റെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇതാണ് പോയിൻ്റ് ഓഫ് കൺട്രോൾ, മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ബേസാണ്. ഇന്ന് 130 രൂപയാണ് നമ്മുടെ പോയിൻ്റ് ഓഫ് കൺട്രോൾ പോക്ക്. ഇതാണ് ലെവൽ. ഈ ലെവൽ നിങ്ങൾ നോക്കുക. എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ എങ്ങോട്ട് പോകുമെന്നൊന്നും പറയാറേ ഇല്ല. എന്താ പറയുക, മുകളിലോട്ട് പോകുന്നോ താഴോട്ട് വരുന്നോ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് കൊടുക്കാറേ ഇല്ല. യാതൊരു വീഡിയോയിലും കൊടുക്കാറില്ല. വളരെ ചെറിയ വീഡിയോസിൽ പറയാറുണ്ടെന്നുള്ളതല്ലാതെ നമ്മൾ വിശ്വസിക്കുന്നത്, എസ്പെഷ്യലി ഞാൻ വിശ്വസിക്കുന്നത്, പോയിൻ്റ് ഓഫ് കൺട്രോളിൻ്റെ ലെവൽ തന്നെയാണ്. ഈ ബേസ് ആയിട്ടുള്ള കാര്യം ബേസ് ചെയ്തിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. കണ്ടതിൽ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.